നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി മാത്യു കുഴൽനാടൻ MLA. നോർക്കയുടെ മൈഗ്രേഷൻ സർവേയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വിദേശത്തേക്ക് പഠനത്തിന് പോയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയായതായി കണ്ടെത്തി എന്നും ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നുമാണ് കുഴൽനാടന്റെ ആവശ്യം. എന്നാൽ ഇതിന് മന്ത്രി R. ബിന്ദു മറുപടി നൽകി. സ്റ്റുഡൻസ് മൈഗ്രേഷൻ ഒരു ആഗോള പ്രതിഭാസമാണെന്നാണ് R. ബിന്ദു പ്രതികരിച്ചത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ താരതമ്യേന കുറഞ്ഞ വിദ്യാർത്ഥി കുടിയേറ്റം കേരളത്തിലാണ്. ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന്റെ 4% മാത്രമാണ്. വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിലാണ് ആകർഷിക്കുന്ന ഘടകം. കേരളത്തിലെ സർവകലാശാലകൾക്ക് ഒരു തകർച്ചയുമില്ല. രാജ്യാന്തര തലത്തിൽ സർവകലാശാലയുടെ കീർത്തി വർദ്ധിക്കുകയാണ്. വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് കുറ്റമല്ല എന്നും മഹാത്മാഗാന്ധി വരെ പുറത്താണ് പഠിച്ചതെന്നും മന്ത്രി R. ബിന്ദു പറയുകയുണ്ടായി. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നു പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് പുതിയ തലമുറ. പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവർക്ക് നൽകാനാകുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇന്നത്തെ കാലത്ത് എഴുത്തും വായനയും അറിയില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവനയും ശരിയാണ്. അതിന് തിരുത്തുകയാണ് മറ്റുള്ളവർ ചെയ്തത്. വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം പ്രശ്നങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യണമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചിരുന്നു. മാത്യു കുഴൽനാടൻ സഭയിൽ പറഞ്ഞത് ഇങ്ങനെ. തുടർന്ന് മന്ത്രിയുടെ മറുപടി. അതിന് ക്ലാരിഫൈ ചെയ്യാനുണ്ടല്ലോ. ഒപ്പോസിഷൻ ലീഡർ LOP can speak. LOP can speak. Okay, yes. ലോക കേരള സഭയിൽ നമ്മുടെ പ്രമേയ അവതാരകൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പങ്കെടുത്തില്ല. അവർ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ അവതരിപ്പിച്ച മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് അവരൊന്ന് തുറന്നു നോക്കി എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. പ്രമേയ അവതാരകൻ വസ്തുതാപരമായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ആ സർവേ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചതിലുണ്ട്. അത് ഞാൻ വഴിയെ വിശദീകരിക്കാം. എന്തായാലും സ്റ്റുഡൻറ് മൈഗ്രേഷൻ എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗോള പ്രതിഭാസമാണ്. ഗ്ലോബലൈസേഷൻ്റെ കാലമാണ് സർ. ആഗോളവൽക്കരണ കാലത്ത് രാജ്യത്തിൻ്റെ അതിർത്തി രേഖകൾ അപ്രസക്തമാകുകയാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. എയർലൈൻസുകളുടെ കൂടുതൽ, വിവര സാങ്കേതിക വിപ്ലവം, കമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ, വിദ്യാഭ്യാസ വായ്പകളുടെ വർദ്ധിച്ച ലഭ്യത, ഇതൊക്കെ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് ആക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പ്രയാസപ്പെടുകയും തൊഴിലെടുക്കുന്നവരുടെ എണ്ണം ആവശ്യത്തിന് ഇല്ലാതെ വരികയൊക്കെ ചെയ്യുന്ന വികസിത രാജ്യങ്ങൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനുള്ള കൂടുതൽ കുടിയേറ്റം എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രായണ കുടിയേറ്റം കുറഞ്ഞ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളമുള്ളത്. 2023 കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിൻ്റെ 4% മാത്രമാണ് സർ. 26/7/23 കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്യസഭയിൽ കൊടുത്ത മറുപടി പ്രകാരം 2018 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനായി പുറത്തു പോകുന്നു എന്ന് യാത്രാരേഖകളിൽ സൂചിപ്പിച്ചവരുടെ കണക്ക് പ്രകാരം 2018 5,18,015 പേരും 19 5,86,337 പേരും 20 2,59,655 പേരും 21 4,45,553 പേരും 22 7,50,365 പേരുമാണ് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയിട്ടുള്ളത്. 2018 ശേഷം ദേശീയ തലത്തിൽ തന്നെ കുടിയേറ്റത്തിൽ 31% വർധനമാണുള്ളത്. ഈ റെഡ് സിയറിൻ്റെ സർവേ റിപ്പോർട്ട് പ്രകാരം 2023 ഇന്ത്യയിൽ നിന്ന് 20 ലക്ഷം വിദ്യാർത്ഥികൾ കുടിയേറിയപ്പോൾ ആന്ധ്രാപ്രദേശ് 12.5%, പഞ്ചാബ് 12.5%, മഹാരാഷ്ട്ര 12.5%, ഗുജറാത്ത് 8%, തമിഴ്നാട് 8%, ന്യൂഡൽഹി 8%, കർണാടക 6% എന്നിങ്ങനെയുള്ളപ്പോൾ കേരളത്തിൽ അത് കേവലം 4% മാത്രമാണ്. ഏകദേശം 35,000-നും 40,000-നും ഇടയിലുള്ള വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നത്.
പ്രമേയാവതാരകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സർവേ റിപ്പോർട്ടിൽ 2 ലക്ഷം വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വർഷത്തെ കണക്കല്ല. നിലവിൽ പല വർഷങ്ങളിലായി വിദേശത്തേക്ക് കുടിയേറി വിദ്യാഭ്യാസ രംഗത്തും തൊഴിലിലും തുടരുന്നവരുടെ കണക്കാണ്. വിദ്യാഭ്യാസത്തിനായി സമീപ വർഷങ്ങളിൽ വിദേശത്തേക്ക് കുടിയേറിയ കുട്ടികളുടെ കണക്കാണ് 2 ലക്ഷം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് 2023 വർഷത്തെ മാത്രം കണക്കല്ല എന്ന് ബഹുമാനപ്പെട്ട അവതാരകനെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 2023 വർഷത്തിൽ വിദേശത്തുള്ള ആകെ മലയാളി വിദ്യാർത്ഥികളുടെ കണക്കാണത്. അതുപോലെ 2016 മുതൽ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം 2016 18,428, 17 20,093, 2018 കണക്ക് ഞാനിവിടെ വയ്ക്കാം. പരമാവധി 35,000-നും 40,000-നും മധ്യേയാണ് കേരളത്തിൽ നിന്ന് ഒരു വർഷം പോയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും ചെയ്യാനുള്ള സാഹചര്യം വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാണ് എന്നതും ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ തൊഴിൽ ശേഷിയുള്ള യുവാക്കളെ ആകർഷിക്കുന്നതിന് വിസ നയങ്ങളിൽ വലിയ തോതിൽ ഇളവ് വരുത്തുന്നതുമാണ് വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് കാരണമായിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ ഏൺ വൈൽ യു ലേൺ സമീപനത്തോടുകൂടി തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ കാലത്ത് നാം ആരംഭിച്ചിട്ടുണ്ട്. അത് വലിയ ഒരളവിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമാകുമെന്ന് കരുതുകയാണ്. മുൻകാലങ്ങളിൽ കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, MIT തുടങ്ങി മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക്, സർവകലാശാലകളിലേക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടിയാണ് വിദ്യാർത്ഥികൾ ചേക്കേറിയതെങ്കിൽ ഇന്ന് താരതമ്യേന ഗുണനിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്കും വിദ്യാർത്ഥികൾ ചെന്നെത്തുന്നുണ്ട്. ഇപ്പോ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നത് തടയുന്നതിന്, പൂർണ്ണമായും തടയുന്നതിന് സർക്കാർ തയ്യാറല്ല. ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മികച്ച നിലയിൽ തേടാനുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത്. പക്ഷേ നിരവധി ഏജൻസികൾ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഇത്തരം ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലേക്കാണ്. വിദേശത്തു നിന്ന് പോലും വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുന്നതിനാണ് നാം പരിശ്രമിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം കേരളത്തിൽ ഒട്ടും കുറവല്ല. +2 പാസ്സാകുന്ന വിദ്യാർത്ഥികൾ 23-ലെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ. ചില കാര്യങ്ങൾ പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ. സംസ്ഥാനത്ത് ഇന്ന് ദേശീയ റാങ്കിംഗ് നിർണയത്തിലും NAC അക്രഡിറ്റേഷനിലുമൊക്കെ ഉയർന്ന ഗ്രേഡുകളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നേടിയിട്ടുള്ളത്. മഹാത്മാഗാന്ധി സർവകലാശാല A++, കേരള സർവകലാശാല A++, കാലിക്കറ്റ് സർവകലാശാല A+, ശ്രീശങ്കരാചാര്യ സർവകലാശാല A+, കുസാറ്റ് A+, 24 കോളേജുകൾക്ക് A++, 43 കോളേജുകൾക്ക് A+, 60 കോളേജുകൾക്ക് A ഗ്രേഡ്. അതുപോലെ NIRF റാങ്കിങ്ങിലും മികച്ച പ്രകടനം. ആദ്യത്തെ 200-ൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് 42 സ്ഥാപനങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. 21% മികച്ച സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ളതാണ്. അതുപോലെ സമയബന്ധിതമായിട്ട് പരീക്ഷകൾ നടത്തുന്നതിനും റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിനുമൊക്കെ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കിഫ്ബി, പ്ലാൻ ഫണ്ട്, റൂസ പദ്ധതികളിലൂടെ 6000 കോടി രൂപ കഴിഞ്ഞ 4 വർഷക്കാലത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആധുനിക അക്കാദമിക് കോംപ്ലക്സുകളും ലബോറട്ടറികളും ലൈബ്രറികളും കായിക സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും എല്ലാം ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം കേരള സർവകലാശാലയിൽ 2600-ഓളം വിദേശ വിദ്യാർത്ഥികളും കുസാറ്റിൽ 1590 വിദ്യാർത്ഥികളും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ 855 വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഒരു പാളിച്ചയുമില്ല സർ. നമ്മുടെ സർവകലാശാലകളുടെ കീർത്തി രാജ്യാന്തരത്തിൽ വർദ്ധിക്കുകയാണ്.
അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന് വിഘാതമായി നിൽക്കുന്നത് എന്ന രീതിയിലുള്ള തെറ്റായ ഒരു പ്രചരണം നടത്താനുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും മികച്ച നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിൻ്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമഗ്രവും സമൂലവുമായിട്ടുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് 4-year UG പ്രോഗ്രാം ആവിഷ്കരിച്ചപ്പോൾ വ്യാപകമായിട്ടുള്ള സ്വീകാര്യതയാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. ഒരെതിർപ്പുമില്ലാതെ തന്നെ വളരെ നല്ല നിലയിൽ നമുക്കത് നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ മാറ്റത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. സർഗാത്മകവും വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല സർ, അതൊരു പുതിയ കാര്യമല്ല. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത്, ലണ്ടനിലാണ് പഠിച്ചത്. നെഹ്റുവും അംബേദ്കറും ലണ്ടനിലാണ് പഠിച്ചത്. VK കൃഷ്ണമേനോൻ ലണ്ടനിലാണ് പഠിച്ചത്. ഇന്ദിരാഗാന്ധി ലണ്ടനിലാണ് പഠിച്ചത്. അതുപോലെ നമ്മുടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കെയ്റോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ അവരെ സഹായിക്കുന്നത്. മികച്ച സാധ്യതകൾ തേടി അവർ പോകട്ടെ. അത് മാത്രമല്ല, അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നതിന് പ്രത്യേക സഹായം ഗവൺമെന്റ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ യാതൊരു അടിയന്തര ആവശ്യവുമില്ല. നല്ല രീതിയിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ മാത്യു കോയൽനാടൻ അങ്ങ് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങ് അവതരണാനുമതി തന്നതിന് ഞാൻ നന്ദി പറയണം. പക്ഷേ അങ്ങയുടെ ആ ഉപദേശം മാനിച്ച് ഞാൻ ഐ വിൽ ബി വെൽ വിത്തിൻ മൈ സിലബസ് നമ്പർ 1. പക്ഷേ എല്ലാ അവതാരകർക്കും കൊടുക്കുന്ന ഒരു പരിഗണന അങ്ങ് എനിക്കും തരുമെന്നും പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വിഷയം ഞാൻ സാധാരണ സംസാരിക്കാനിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റം പറയാനും കുറവ് പറയാനും അല്ലെങ്കിൽ ആരോടും പറയാനും വന്നാണല്ലോ ധരിക്കുക. പക്ഷേ ഈ വിഷയത്തിൽ ദയവ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മളെല്ലാവരും ചേർന്ന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ചർച്ച ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും കൂടെ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും പറയാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്നലെ ധനമന്ത്രി പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമീപനം പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ കൂട്ടായിട്ട് ആലോചിക്കണമെങ്കിൽ ഏറ്റവും ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സർവേ തള്ളി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഈ സർവേ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റ് മൈഗ്രേഷൻ സർവേ വന്നത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2018 1,29,763 കുട്ടികളായിരുന്നത് 2023 ആയപ്പോൾ 2.5 ലക്ഷം കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ആ സർവേ ഡിസ്പ്യൂട്ട് ചെയ്തില്ല. ഇറ്റ്സ് എ ഫാക്ട് ഗ്ലെയറിംഗ് അറ്റ് അസ്. നമ്മളെ തുറച്ചു നോക്കുന്ന ഒരു സത്യമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ശരാശരി ഒരു ചെറുപ്പക്കാരൻ +2 കഴിഞ്ഞ അല്ലെങ്കിൽ 17 വയസ്സുള്ള 18 വയസ്സുള്ള 19 വയസ്സുള്ള 20 വയസ്സുള്ള കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും, എനി കൺട്രി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നുപോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. അത് നമ്മൾ ചർച്ച ചെയ്യാതിരുന്നിട്ടോ അംഗീകരിക്കാതിരുന്നിട്ടോ കാര്യമില്ല. ഇനി അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കാൻ പോയാൽ ഒരുപക്ഷെ അതിന് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റീസൺസ് ഉണ്ട്. കാരണം സാമൂഹ്യപരവും, കാരണം ഇവിടുത്തെ ഇന്നത്തെ ഒരു തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അവരൊരു ലിബറൽ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ചുകൂടി ഫ്രീഡം അനുഭവിച്ചും കുറച്ചുകൂടി കൾച്ചേർഡായിട്ടും കുറച്ചുകൂടി ലിബറലായിട്ടും ഒക്കെ ജീവിക്കാൻ ആഗ്രഹിക്കും. ആ ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഇനി അതിനോട് അനുബന്ധിച്ച് വരുന്നതാണ് എക്കണോമിക് റീസൺസ്. ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ശരാശരി നമ്മുടെ കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്താ? ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാണ് സർ. ഞാനിപ്പോൾ ആ സ്ഥലം പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഐ ഹാപ്പൻ ടു ബി ദർ ഇൻ മസ്കറ്റ്. ആ മസ്കറ്റിൽ ചെന്ന് ഇവിടെ ഹോട്ടലിൽ ചെന്നൊരു കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആ പയ്യനോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? 1 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുമെന്ന് ചോദിച്ചു. പറഞ്ഞു 10,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. ഔട്ട്സോഴ്സ് ചെയ്ത കമ്പനിയാണ് അവനെ ഇവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. 1 വർഷമായിട്ട് ജോലി ചെയ്യാണ് ഒരു ചെറുപ്പക്കാരൻ. അവന് കിട്ടുന്നത് 10,000 രൂപയാണ്. 8,000 രൂപയ്ക്കും 9,000 രൂപയ്ക്കും 7,500 രൂപയ്ക്കും 6,000 രൂപയ്ക്കും ഈ കേരളത്തിൽ ചെറുപ്പക്കാർ പണിയെടുക്കേണ്ടി വരികയാണ്. അവർക്ക് പ്രതീക്ഷയില്ല സാർ. അവർ ഈ നാട് വിട്ട് പോയില്ലെങ്കിൽ അത്ഭുതം. കാരണം നമുക്ക് അവരാഗ്രഹിക്കുന്ന പോലൊരു അന്തരീക്ഷം ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഞാനിനി 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കാം. നമ്മളിപ്പോൾ
നമ്മുടെ ചുറ്റുമുള്ള നഗരങ്ങൾ നമുക്ക് പരിശോധിക്കാം. പ്രത്യേകിച്ച് ധനമന്ത്രി ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ഒരു കണക്ക് സൂചിപ്പിച്ചിട്ടുള്ളത്, ഈ ശരാശരി ഒരു വർഷം ഒരു ചെറുപ്പക്കാരന് ഓരോ നഗരങ്ങളിലും കിട്ടുന്ന പേ സ്കെയിലുണ്ട്. ആ പേ സ്കെയിലിന്റെ ആവറേജ് എടുത്തു കഴിയുമ്പോൾ ബാംഗ്ലൂരിൽ 9,57,000 രൂപ, ഹൈദരാബാദിൽ 7,23,000 രൂപ, പൂനെയിൽ 7,19,000 രൂപ, മുംബൈയിൽ 6,40,000 രൂപ, ചെന്നൈയിൽ 6,18,000 രൂപ, ഡൽഹിയിൽ 6,11,000 രൂപ, തിരുവനന്തപുരത്ത് 5,72,000, കൊച്ചിയിൽ 5,05,000. ഇതാണ് ശരാശരി പേ സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം സ്മാർട്ട് സിറ്റീസുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയതാണ്. എന്തുകൊണ്ടാണ് സാർ നമ്മുടെ ഇവിടെ മാത്രം ഏറ്റവും പിറകിപ്പോകാൻ കാരണം? നമ്മുടെ ഇവിടുത്തെ പേ സ്കെയിൽ എന്ന് പറയുന്നത്, ശമ്പളം എന്ന് പറയുന്നത്, ചെറുപ്പക്കാരന് കിട്ടുന്ന ശമ്പളം ഇത്രയും കുറവാകാൻ കാരണം എന്താണ് സാർ? സത്യത്തിൽ നമുക്ക് കിട്ടിയിരുന്ന ഒരു അവസരം, നമ്മളിവിടെ പറഞ്ഞല്ലോ, നമ്മളിവിടെ കുട്ടികൾ നിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന പോലുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ ജോലി നമുക്ക് കൊടുക്കാൻ കഴിയണം. ഒന്ന്, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഭയങ്കര സ്റ്റാഗ്നന്റ് ആണ്. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ അംഗീകരിക്കാത്ത കാര്യമില്ല. നമ്മുടെ ചുറ്റുപാട്, ഞാൻ അതിനൊരു ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഇപ്പോൾ അർബൻ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യ രാജ്യത്തെ ഹയസ്റ്റ് ആണ് കേരളം. ഇന്ത്യ രാജ്യത്തെ ഹയസ്റ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഈ ഏറ്റവും അവസാനം ജനുവരി മാർച്ച് ക്വാർട്ടറിലെ 2024 കണക്കനുസരിച്ച് ജമ്മു കാശ്മീരിനെ കടന്ന് നമ്മൾ 31.8% നിൽക്കുകയാണ്. അൺഎംപ്ലോയ്മെന്റിന് ഈസ് എൻ ഇഷ്യൂ ഫോർ യങ്സ്റ്റേഴ്സ്. അവർക്ക് ജോലിയില്ലാതെ, തൊഴിലില്ലാതെ, പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഇതിന് നടന്ന ഒരു മിനിമം വരുമാനമില്ലാതെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ നാടുവിട്ട് വാങ്ങിക്കും. ഇതിന്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എക്കണോമിക് ഗ്രോത്തിനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ അടച്ചു കളഞ്ഞു. അതിന്റെ ഒരു കാര്യം, നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ചുറ്റുമുള്ള സംസ്ഥാനങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ FDIയുടെ ഇൻഫ്ലോ, അതാണല്ലോ ഒരു എക്കണോമിയുടെ ഒരു വൈബ്രൻസി കാണിക്കുന്ന ഒരു കണക്കെന്ന് പറയുന്നത്. കേരളത്തിന് കഴിഞ്ഞ ഒരുപക്ഷെ 2019 മുതൽ 2024 വരെ കേരളത്തിലേക്കുണ്ടായ FDIയുടെ ഇൻഫ്ലോ എന്ന് പറയുന്നത് $978 ദശലക്ഷം ആണ്. $978 എന്നാൽ തമിഴ്നാട്ടിനുണ്ടായത് 11 ശതകോടി ആണ് സാർ. അത് കർണാടകയ്ക്കുണ്ടായത് 51 ശതകോടി ആണ്. അതായത് കേരളത്തിന് $978 മില്യൺ കിട്ടിയപ്പോൾ കർണാടക ഗോട്ട് $51 ബില്യൺ. അത് കാരണം എന്തുകൊണ്ടാണ്? അവർക്കൊരു വൈബ്രന്റ് എക്കോണമി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് അവിടുത്തെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ 9,57,000, കേരളത്തില് കൊച്ചിയിൽ 5,05,000, പകുതിയിൽ നിൽക്കാൻ കാരണം ആ എക്കണോമിക് വൈബ്രൻസി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടാണ് സാർ. നമ്മൾ അതിന് പകരം നമ്മൾ ആരെങ്കിലും കുറ്റം പറയുന്നതുകൊണ്ടോ കാര്യങ്ങളുടെ കാര്യം. ഇനിയിപ്പോ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മന്ത്രി ഇവിടെ പറഞ്ഞു. മന്ത്രി വലിയ അവകാശമാണ്. നമ്മൾ എന്തിനാണ് സാർ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നടിച്ച് മേനി നടിച്ച് പറഞ്ഞ് എല്ലാം ബ്രഷിങ് അസൈഡ് ദ കാർപ്പറ്റ് എന്ന് പറയും. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ആത്മാർത്ഥമായും സത്യസന്ധമായും ഈ സഭ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? 2 വട്ടം നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വന്നു. 2 വട്ടം. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന DPI പറഞ്ഞു, ഇവിടെ 10ാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല. നമ്മൾ അതിനെ അപഹസിച്ച് അദ്ദേഹത്തെ തള്ളി. അവിടെ ഇരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞ തെറ്റല്ല സർ, സത്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസമേ, പക്ഷെ ആ മന്ത്രിയെയും തിരുത്തി ആ മന്ത്രിക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉറച്ചു നിൽക്കാനുള്ള തന്റെ ഇടം ഉണ്ടായിരുന്നില്ല. നമ്മുടെ 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് നേരെ ചൊവ്വ എഴുത്തും വായനയും അറിയില്ല എന്ന് പറഞ്ഞൊരു മന്ത്രിയെ കുറ്റപ്പെടുത്തി നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് അത് പിൻവലിപ്പിച്ച് തിരിച്ചു പറയിപ്പിച്ചു. പക്ഷെ യാഥാർത്ഥ്യം എന്താണ് സർ? ഇറ്റ്സ് എ ഫാക്ട് ഗ്ലെയറിംഗ് അറ്റ് us. നമ്മളെ തുറച്ചു നോക്കുന്നതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് അങ്ങിപ്പോ ഒരുപാട് A+കളുടെ കണക്ക് ഇവിടെ പറഞ്ഞല്ലോ. ഒരുപാട് എല്ലാ യൂണിവേഴ്സിറ്റിയും ഏറ്റവും മികച്ചാണെന്നുള്ളത്. നമ്മുടെ മുമ്പിൽ മത്സര പരീക്ഷകളിൽ ഇന്ത്യ രാജ്യത്ത് പൊതുവായ മത്സര പരീക്ഷയിൽ മത്സരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ അവസ്ഥ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ ഒരു റെക്കോർഡാണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത്. 2021 1,10,206 പേര് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതി. അതിൽ 73,385 പേര് ക്വാളിഫൈ ചെയ്തു, 67%. 2022 90,911 പേര് പരീക്ഷ എഴുതി, 59,404 പേര് ക്വാളിഫൈ ചെയ്തു. വി കെയിം ഡൗൺ ടു 64%. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2023 1,33,450 പേര് പരീക്ഷ എഴുതി, 75,362 പേര് ക്വാളിഫൈ ചെയ്തു, 56%. വി ആർ കമ്മിങ് ഡൗൺ. ഇത് സത്യമല്ലേ സർ? ഇത് നമ്മൾ നിശ്ചയിച്ചിട്ട് A+ ഉണ്ട് എല്ലാത്തിനും, എല്ലാ യൂണിവേഴ്സിറ്റിക്കും A+ ഉണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല. ഇതൊരു വളരെ സത്യസന്ധമായ ഫാക്റ്റാണ്. യു കനോട്ട് ഡിനൈ ദിസ്. ഇനി ഞാൻ മറ്റൊരു, കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം,
ഏറ്റവും മികച്ച ലിറ്ററസിയുള്ള സംസ്ഥാനം, ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയിരുന്ന ഒരു കാലത്തെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംസ്ഥാനം, ഹെൽത്ത് സെക്ടറിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംസ്ഥാനം. ഇനി ഒരു കണക്കൂടി ഞാൻ പറയാം സാർ. അതായത് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? IITs-ഉം IIMs ഒക്കെ ആണല്ലോ. നമുക്കൊരു പാരൽ എടുത്ത് പഠിച്ചു നോക്കാം നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അത് അവിടെ മന്ത്രിയോട് പറഞ്ഞ് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ലേ. നമുക്ക് IIT അഡ്മിഷനിൽ കേരളത്തിൽ നിന്നും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കിട്ടുന്ന മൊത്തം കുട്ടികൾ 1.08% ആണ്. 1.08%. പക്ഷേ ഏകദേശം നമ്മുടെ ഒപ്പം തന്നെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നതാണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ ഒത്തിരി GE അല്ലെങ്കിൽ IIT കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടെന്നുള്ളത് ശരി. അതൊഴിച്ചാൽ സംസ്ഥാനം എന്ന നിലയ്ക്ക് ഒരു കമ്പാരിസൺ ഡ്രോ ചെയ്യാൻ പറ്റുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിൽ നിന്ന് കിട്ടുന്നത് 15.82%. ആ സമയത്താണ് കേരളത്തിൽ IIT-യിലും IIM-ലും 1.08%. വാട്ട് ഹാപ്പൻസ്? എന്തുകൊണ്ടാണ് സാർ ദേശീയ പരീക്ഷകൾ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നത്? നമ്മളിവിടെ സഭയിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. A+ഉം NAC+ഉം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നിപ്പോവാണ് സാർ. അതിനാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്. ഇനി ആ കണക്ക് തന്നെ പറയുന്നു, ശരാശരി ഒരു സംസ്ഥാനത്തു നിന്നും 8 മുതൽ 10% വരെ കുട്ടികൾ IIT-യിൽ വരുമ്പോൾ കേരളത്തിൽ നിന്നും 1% 1.08%. അതുപോലും നമ്മുടെ കണ്ണു തുറപ്പിക്കില്ലേ? നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ച് വേണമെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. കുട്ടികൾ എന്തുകൊണ്ടാണ് പോകുന്നത്? നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ ഞാനിനി അറിഞ്ഞ് ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇന്നത്തെ കേരളത്തിലെ മാതാപിതാക്കളുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് സാർ എനിക്ക് ഏറ്റവും സങ്കടം. ഞാൻ ഇതിൻ്റെ അകത്തൊരു കേസ് സ്റ്റഡി നടത്തി. നിങ്ങളെല്ലാവരും ഇത് വിശ്വസിക്കണം, സത്യമാണ് നിങ്ങൾ പറയുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ വീടും ആളുടെ പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ശരാശരി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ആകെ ഒരു മകനാണുള്ളത്. ആ മകൻ വിദേശത്ത് പോയി പഠിക്കാനായിട്ട് പോയതാണ്. അപ്പച്ചനും അമ്മച്ചിക്കും പ്രായമായി. അവരെ നോക്കാൻ നിവൃത്തിയില്ല, അവർക്ക് ചെറിയ സഹായം വേണം. ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബംഗാളി വന്ന് അവരെ സഹായത്തിന് വരുന്നുണ്ട്. എല്ലാ ദിവസവും വണ്ടിയിൽ അവിടെ എവിടെയും പോണി കൊണ്ടുപോകും, മരുന്ന് മേടിച്ചുകൊണ്ട് എല്ലാം കൊണ്ടുവരും. ഞാനപ്പോൾ ഈ പയ്യനെ വിളിച്ചു. ഈ പയ്യൻ UK-ലാണുള്ളത്. ആ UK-ൽ നിന്നപ്പോൾ ഞാനോട് നീ എന്താ പഠിക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ UK-ലെ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാണ് സാർ. ഇവിടെ സ്വന്തം അച്ഛനെയും അമ്മയും ഒരു ബംഗാളിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് UK-യിൽ സായിപ്പിന് മരുന്നെടുത്ത് കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യം നോക്കുകയും ചെയ്യുന്ന ഒരു മകൻ അവിടെയുണ്ട്. അച്ഛനോടും അമ്മയോടും സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. സോ സം റീസൺസ്, സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ റീസൺസ് ആണ് ആ കുട്ടി ഇവിടെ നിന്ന് പോകാനും അച്ഛനും അമ്മയും വാർദ്ധക്യത്തിൽ ഈ ബംഗാളിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടത്. ഇതാണ് കേരളത്തിൻ്റെ ശരാശരി സാഹചര്യം. ഇതിന് മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം. നമ്മൾ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനത് രാഷ്ട്രീയപരമായി കുറ്റപ്പെടുന്നതെന്ന് ധരിക്കരുത്. നമുക്ക് വരുമായിരുന്ന എക്കണോമിക് ഗ്രോത്തിനുള്ള ഒരുപാട് അവസരങ്ങൾ പ്രത്യയശാസ്ത്ര പിടിവാശി കൊണ്ട് നമ്മൾ നശിപ്പിച്ചാണ് സാർ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബാംഗ്ലൂരിലെ പേ സ്കെയിലിന്റെ കാര്യം, ഹൈദരാബാദിലെ പേ സ്കെയിലിന്റെ കാര്യം, ചെന്നൈയിലെ പേ സ്കെയിലിന്റെ കാര്യം. എങ്ങനെയാണ് അവർക്ക് സാധിച്ചതെന്നറിയോ? ഇന്ത്യ രാജ്യത്തിന് കഴിഞ്ഞ നാളുകളിൽ കിട്ടിയ ഏറ്റവും വലിയ അവസരം, ഇന്ത്യ രാജ്യം സാമ്പത്തികമായി വളർന്നതിലെ ഏറ്റവും സുപ്രധാനമായ ഘടകം ഞാൻ കൺക്ലൂഡ് ചെയ്യാം സർ. ജസ്റ്റ് ഗിവ് മീ 2 minutes. ഇന്ത്യ രാജ്യം ജസ്റ്റ് ഐ എം കൺക്ലൂഡിംഗ്. ഐ ഡോണ്ട് ടേക്ക് മച്ച് ടൈം പ്ലീസ്. ഇന്ത്യ രാജ്യത്തിന് കിട്ടിയ IT ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞ വലിയ അവസരം ലോകത്തുനിന്ന് മുഴുവൻ വരുമായിരുന്നത് അത് കേരളത്തിലേക്കായിരുന്നു. കേരളത്തെയാണ് ഉറ്റുനോക്കിയത്. ഏറ്റവും പ്രകൃതി രമണീയമായ നാട്, സംസ്കാര സമ്പന്നമായ നാട്, മതേതര സംസ്കാരമുള്ള നാട്, അത്യാവശ്യം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആൾ, ഏറ്റവും കൂടുതൽ IT വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട്, അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിൻ്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്തു നിർത്തിയത് ഒരു പ്രത്യയശാസ്ത്ര പിടിവാശിയായിരുന്നു. അത് വഴിമാറി ഒഴുകിയതാണ് സാർ ബാംഗ്ലൂരിലേക്ക്, അത് വഴിമാറി ഒഴുകിയതാണ് സാർ ഹൈദരാബാദിലേക്ക്, അത് വഴിമാറി ഒഴുകിയതാണ് ചെന്നൈയിലേക്ക്. ഇന്ന് 10 വർഷം മുമ്പ് നമ്മൾ കണ്ട ബാംഗ്ലൂരല്ല ഇന്നത്തെ ബാംഗ്ലൂർ. ഹൈദരാബാദ് അല്ല ഇന്ന്. ഹൈദരാബാദിൽ എത്ര നാളത്തെ ഹിസ്റ്ററി ഉണ്ട്. ബട്ട് ദേ ഹാഡ് ഗ്രോൺ ലീപ്പ് ആൻഡ് ബൗണ്ട്. ഹൗ? അവർ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി നിന്നു. നമ്മൾ പലപ്പോഴും എല്ലാ അവസരങ്ങളും തൊലച്ച് നമ്മൾ ഈ പ്രത്യയശാസ്ത്ര പിടിവാശി കൊണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാര് ദേ ആർ സോഷ്യലി ഫ്രസ്ട്രേറ്റഡ്, ദേ ആർ എക്കണോമിക്കലി ഫ്രസ്ട്രേറ്റഡ്, ദേ ആർ പൊളിറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് സർ? നമ്മളിവിടെ ആർക്കും വേണ്ടാത്ത ജാതിയും മതവും എല്ലാവരും ഈ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാരെ വളർന്നു വരും നമ്മുടെ മക്കളെ
നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് സാർ നമ്മൾ നേടാൻ പോകുന്നത്? ഈ ബൈബിളിൽ ഒരു വാചകമുണ്ട്, ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നെങ്കിൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ മാതിരി അവസാന കാലത്ത് വാർദ്ധക്യത്തിൽ മക്കളുടെ സാന്നിധ്യമില്ലാത്ത മാതാപിതാക്കൾക്കാണ് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. പക്ഷെ ഇന്ന് കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേണമെങ്കിൽ നമുക്ക് പറഞ്ഞടച്ച് തിരിച്ചു പോകാം, എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞ്. ബട്ട് ഐ എം ടെല്ലിങ് യു എവ്രിവൺ, ഈ സ്റ്റേറ്റ് ഓഫ് കേരള കേൾക്കാൻ വേണ്ടി പറയുകയാണ്, വി ആർ ഫേസിങ് എ ഡേഞ്ചർ. നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാതെ പോയാൽ നാളുകളിൽ ഇവിടുത്തെ എന്റർപ്രണർഷിപ്പിന് ആളില്ലാണ്ട് വരും, സ്കില്ലുള്ള ലേബേഴ്സ് ഇല്ലാതെ വരും, ഇവിടുത്തെ ബിസിനസ് ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് വരും. അവസാനം വൃദ്ധസദനമായി കേരളം മാറും. സാർ, ഈ വിഷയം പ്രാധാന്യമില്ലാത്തതാണെന്ന് അങ്ങ് ധരിക്കരുത്. ഞാൻ വളരെ വിനയത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നുള്ള ആത്മാർത്ഥമായ സമീപനത്തോടുകൂടി ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പ്രതികരിക്കുന്നു. ശ്രീ മാത്യു, ഏതായാലും കാർട്ടൂൺ മാറ്റി വരക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ കേരളത്തെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠകൾ പങ്കുവച്ചു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ സിറ്റീസാണ് നമ്മുടെ യുവാക്കൾ ഏറ്റവും ജീവിത ഭദ്രതയുള്ളതായിട്ട് കാണുന്നത് എന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംവിധാനമാണ് ഗ്ലോബൽ റാങ്കിങ്ങിൽ ആദ്യത്തെ 5 ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ടോപ്പ് പെർഫോമൻസ് ആണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷന് കാഴ്ചവെക്കാനായിട്ടുള്ളത് എന്ന് ഗ്ലോബൽ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 ബഹുമാനപ്പെട്ട മെമ്പർ ഒന്ന് വായിച്ചു നോക്കണം. ചെറുപ്പക്കാർക്കിടയിൽ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം, പ്രത്യേകിച്ച് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള എന്നുള്ള സംവിധാനത്തെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യയശാസ്ത്ര വാശി എന്നൊക്കെ ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട മെമ്പർ. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് എവിടെയാണ് ഉണ്ടായത്? ബഹുമാനപ്പെട്ട സഖാവ് EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരള സംസ്ഥാനത്ത് അത് ഉണ്ടായത്. രാജ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് സർവകലാശാല എവിടെയാണ് ഉണ്ടായത്? സഖാവ് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴാണ് ആ രണ്ടും ഇവിടെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. 3 റിസർച്ച് പാർക്കുകൾ കൂടി കേരളത്തിൽ അടുത്ത് തന്നെ സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ള കാര്യവും ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമായ ഇടപെടലുകൾ ഈ സന്ദർഭത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മറ്റു വകുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തൊഴിൽ ഉൽപാദനപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ KDISCും KKEMും കേരള നോളജ് ഇക്കോണമി മിഷൻ എല്ലാവരും ചേർന്ന് നടത്തുന്നുണ്ട്. ഒരു വിജ്ഞാന സമ്പദ്ഘടന കെട്ടിപ്പടുത്തുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കുന്നതിനും ജനജീവിത നിലവാരം ഉയർത്തുന്നതിനും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന വിദ്യാർത്ഥികൾ അവിടെ ഭദ്രമായിട്ടുള്ള തൊഴിലുകളിലേക്കല്ല എത്തിപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട മെമ്പർ തന്നെ തൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു എന്നുള്ളത് വലിയൊരു വൈരുദ്ധ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് കേരളത്തിൽ നിലനിൽക്കുന്ന ചില സോഷ്യൽ ഡോഗ്മാസ്, പിയർ പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ പോകുന്നതായിട്ടുള്ള കാര്യം ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്നുണ്ട്. ഇവിടെ ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് അവിടെ നമ്മുടെ വിദ്യാർത്ഥി പോയിട്ട് ചെയ്യുന്നത്. ഇവിടെ അമ്മുമ്മയെ നോക്കാതെ അവിടെ വൃദ്ധജന പരിപാലനത്തിന് തയ്യാറാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചത്. സത്യമാണത്. വളരെ ലോ പെയ്ഡ് ആയിട്ടുള്ള ജോബ്സിൽ അവർക്ക് അവിടെ പ്രവർത്തിക്കേണ്ടതായി വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അത്തരം ജോലികളിൽ ഏർപ്പെടാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഏറ്റവും മികച്ച തൊഴിൽ സാധ്യതകളിലാണ് മിക്കവാറും എല്ലാ കുട്ടികളും എത്തിച്ചേരുന്നത് എന്നുള്ളത് വെറും പൊള്ളയായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ വേണ്ടത്ര തൊഴിൽ സേന ഇല്ലാത്തത് കൊണ്ട്, ഹ്യൂമൻ റിസോഴ്സസിന്റെ അഭാവം കൊണ്ട് അവർ നമ്മുടെ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ എടുക്കാൻ തയ്യാറാകുന്നു. അത് തന്നെ ഇപ്പോൾ പൂരിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും, വികസിത രാജ്യങ്ങളിൽ ഉൾപ്പെടെ പ്രത്യേകിച്ചും
ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ കൂടി ഇത്തരത്തിൽ വികസ്വര രാജ്യങ്ങളിൽ നിന്ന് റവന്യൂ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് എന്ന് നന്നായി മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ചേക്കേറുന്നത് എല്ലാവരും ദിഷണാപരമായിട്ട് വളരെ സാധ്യതകളുള്ള കുട്ടികളാണെന്നും അവർക്ക് വളരെ ഉന്നതമായിട്ടുള്ള തൊഴിൽ സാധ്യതകൾ ലഭിക്കുന്നു എന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നാണ് എനിക്കിവിടെ അറിയിക്കാനുള്ളത്. അപ്പോൾ ഈ വസ്തുതാപരമായ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള മുൻകൈയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അതിനു പകരം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, ഈ കേരളം മഹാമോശമാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അങ്ങേ പോലുള്ളവർക്ക് ഒട്ടും ഭൂഷണമല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളം എന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടിയിട്ടുള്ള പൂർവികരാണ് നമുക്കുള്ളത്. അപ്പോ കേരളം മോശമാണ് എന്ന രീതിയിലല്ല പറയേണ്ടത്. ഇവിടെ അവര് പറഞ്ഞോട്ടെ പ്ലീസ്. നിങ്ങൾ പറയുമ്പോ അവരാരും മിണ്ടിയിട്ടില്ലല്ലോ. മിനിസ്റ്റർ പറയട്ടെ. ഈ